ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സാക്ഷ്യമാക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്നല്ലോ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു, വലിയ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം, വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കുന്നല്ലോ, സകല മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു, തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വാക്തത്വങ്ങളെ കേട്ടുവരുന്നു, വലിയ ദൈവപ്രവർത്തികളെ അനുഭവിക്കുന്നു, രോഗസൗഖ്യങ്ങളെ സ്വീകരിക്കുന്നു, നന്മകളെ അനുഭവിക്കുന്നു. പുതിയ ക്രിസ്തു യേശുവിൽ വെളിപ്പാടുകളാൽ നിറയുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം പിന്നെയും നമ്മളെ സഹായിക്കട്ടെ. വലിയ നന്മകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നമുക്ക് ആശ്രയിക്കാം. വേഗത്തിൽ തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് വചനത്തിലും മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വിശ്വാസത്തിന്റെ ആമേ. നമ്മൾ ഇന്നലെ കേട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ പറ്റി നമ്മൾ കേട്ടു. നമുക്ക് വിശ്വാസ പ്രമാണം ഒന്ന് ചൊല്ലാനുണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മുടെ പാപത്തെയും ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് എൻ്റെ രോഗശക്തിക്കോ രോഗാത്മാവിനോ ഒന്നിനും എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും ഇന്ന് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വലിയ നന്മകൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് മുന്നോട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം നമുക്ക് പിന്നെയും കേൾക്കാം. ഇന്നലെ കേട്ട വചന ചിന്തയിൽ യാക്കോബിന്റെ ലേഖനം വീണ്ടും നമുക്ക് ധ്യാനിക്കാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന തിരമാലയ്ക്ക് സമൻ എന്ന് ബൈബിൾ പറഞ്ഞു. നിങ്ങൾക്ക് പലയിടങ്ങളിലും കാണാൻ പറ്റും ഈ വാക്യം. സംശയിക്കാതെ വിശ്വസിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ബൈബിൾ പലപ്പോഴും നമ്മളോട് പറയുന്നു സംശയിക്കാതെ നമ്മൾ വിശ്വസിക്കും? നമ്മൾ ആരും സംശയിക്കുന്നവരല്ല, അല്ലെ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്, അല്ലെ? നമുക്ക് ഉറപ്പുണ്ടല്ലേ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എൻ്റെ അവസ്ഥകളെ മാറ്റും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്? സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. യാചിക്കുക എന്നല്ല, ചോദിക്കുക എന്നാണ്. അപ്പൊ സംശയിക്കുന്നവൻ എന്ന് പിന്നെ എടുത്തു പറയുന്നു. സംശയം, വിശ്വാസം, ചോദ്യം, ഇതെല്ലാം നോക്കി. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വിശ്വാസിക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് സംശയിക്കാതെ വിശ്വസിക്കണം എഴുതാൻ കാരണം? നിങ്ങൾ ബൈബിൾ എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും കാണാൻ പറ്റും ഉറപ്പുള്ളവരായിരിക്കണം. എന്താണ് ഉറപ്പുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകും. നോക്കി, ഈ 3 വാക്യങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള മനുഷ്യൻ. അപ്പൊ എങ്ങനെയുള്ള മനുഷ്യൻ? സംശയിക്കുന്നവൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, ഞാൻ അങ്ങനെ സംശയിക്കാറില്ല, പക്ഷെ പലപ്പോഴും ഒക്കെ ചില ഭാരങ്ങൾ എൻ്റെ മനസ്സിൽ വരുമ്പോൾ അറിയാതെ പെറുപെറുത്ത് പോകാറുണ്ട്. പലപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് കർത്താവേ നീ എന്നെ കൈവിട്ടോ എന്നൊക്കെ അറിയാതെ, മനഃപൂർവ്വമല്ല, അറിവില്ലായ്മയിൽ നിന്നൊക്കെ പൊങ്ങി വരാറുണ്ട്. ഇതിനെപ്പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സംശയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം അതിൽ ഉറയ്ക്കുന്നവരാകണം. ഉറക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഉപദേശത്തിന്റെ കാറ്റിനാൽ ഉലയുന്നവരെ പോലെയല്ല, നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാണ്. എങ്ങനെ ഉറച്ചു നിൽക്കുന്നു വെച്ചാൽ, ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ അതിന് വിപരീതമായി എന്തു വന്നാലും അതിൻ്റെ പുറകെ പോകാതെ
അതിന്റെ പുറകെ പോകാതെ അതിൽ മുറുക്ക പിടിക്കുന്നവരാകണമെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ അകത്തിരിക്കുന്ന സമയത്ത് സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അയ്യോ, ഇത് നടക്കുവോ? കാര്യം പ്രത്യക്ഷമായിട്ടൊന്നും കാണാനില്ല, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് കാണാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല. ഇതിനെപ്പറ്റി അല്ല അവിടെ പറയുന്നത്. പകരം ആ മുറുക്ക പിടിച്ചിരിക്കുന്ന വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യത്തെ? എൻ്റെ ഉള്ളിൽ ഭയം വന്നേക്കാം, ആകുലതകൾ വന്നേക്കാം, എൻ്റെ ഉള്ളിൽ ഭാരങ്ങൾ വന്നേക്കാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യത്തില്ല? കർത്താവിൻ്റെ വചനം വിട്ട് മാറുകയില്ല. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ നമ്മുടെ ഉള്ളത്തിൽ ഒരു വചനം കിട്ടിയാൽ അതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും എന്തിരിക്കണം? നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകരുത്. ശരിയാ, പലപ്പോഴും പറയാറില്ലേ, പലരും സങ്കടപ്പെടാറില്ല, ബദറേ ഞാൻ ആ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തെ മറക്കുന്ന ദൈവമല്ല. ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഓടിപ്പോകുന്നവരാകരുത്. ഒരാൾ പറയുവാണ് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ആ വചനം അങ്ങനെയല്ല, ആ സാഹചര്യം ഇങ്ങനെയല്ല. ഒരു സാഹചര്യത്തെ ഇട്ട് നമ്മുടെ മുമ്പിൽ ട്രിഗർ ചെയ്യുമ്പോൾ, അതിനെ വെച്ച് കളിക്കുമ്പോൾ അതിന്റെ പുറകെ പോകാതെ, ഇല്ല, കർത്താവിന്റെ വചനം എന്നോട് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ ആ വാക്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ശരിയാ, എൻ്റെ ഉള്ളിൽ സംശയം വന്നേക്കാം. നോക്കിയേ, ഈ ഇരുമനസ്സുള്ള മനുഷ്യൻ, അതാണോ ശരി, ഇതാണോ ശരി എന്ന് നിൽക്കരുത്. ഇതാണ് ശരി. ചിലർ പറയത്തില്ല, ബ്രദറെ ഞാൻ വചനമൊക്കെ പറഞ്ഞു, പക്ഷേ ഇങ്ങനെയൊക്കെ വല്ലതും നടക്കുമോ? ഇതാണോ ശരി? അല്ല, ഇത് തന്നെയാണ് ശരി. പക്ഷേ കൂടെ നിൽക്കാൻ ആരുമില്ലായിരിക്കാം, ആമേൻ പറയാൻ ആരുമില്ലായിരിക്കാം, ബലപ്പെടുത്താൻ ആരുമില്ലായിരിക്കാം, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് നിങ്ങൾ സംശയിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ വരുന്ന ഭാരങ്ങൾ, സംശയങ്ങൾ, അതിനോട് നിങ്ങൾ താരതമ്യം, അതിന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംശയം വരും, ആകുലതകൾ വരും, ഭാരങ്ങൾ വരും, ടെൻഷൻ വരും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അനുകൂലമായി ഒരു ദിവസം കൊണ്ട് നടന്നില്ല എന്ന് വരും. പക്ഷെ ഒരു കാര്യം പറ, അപ്പം നാവി എന്ന വചനം വിടരുത്, ഇത് വിട്ട് ഞാൻ മാറത്തില്ല. ഇങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുതെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള മനുഷ്യൻ? കാറ്റടിച്ചുലയുന്ന മനുഷ്യൻ. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ആരെങ്കിലും വന്ന് ഉടനെ പറഞ്ഞാൽ അതിന്റെ പുറകെ പോവും. ആരെങ്കിലും പറയുകയാണ്, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്, ഒരിക്കലും ഒരു ദോഷം വരത്തില്ല, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് പറഞ്ഞു ആമേൻ പറഞ്ഞ് കൈയടിച്ച് ആ വചനം പറയുമ്പോൾ ഏതോ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ദേ നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു പിശാച് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഗതി പിടിക്കാത്തെന്ന് പറയുമ്പോഴേക്കും ആ ശരിയാ, അതാണ് സംഭവം നടക്കാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനാണ്? കാറ്റടിച്ചുലയുന്ന മനുഷ്യനാണ്. അപ്പോൾ വരുന്ന ആൾ പറയും, കണ്ടോ ജീവിതത്തിൽ ആ സാഹചര്യം നോക്കി അതെന്നാ ശരിയാകാത്തത്, കണ്ടോ ഇതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ നിങ്ങൾ പറയും, ശരിയാ, അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് തിരിയരുതേ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്ന വചനത്തിൽ പറയുന്നു, എനിക്ക് ഒരനർത്ഥം വരത്തില്ല, ഒരായുധവും വലിക്കത്തില്ല. ശരിയാ, ഇപ്പോഴെൻ്റെ സാഹചര്യം ഇതിനെല്ലാം എതിരായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇത് വിട്ടൊരു കളിയില്ല, ഇത് വിട്ടേച്ചൊരു കളി എനിക്കില്ല. വേറെ എന്നാ ആര് പ്രസംഗിച്ചാലും അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആമേൻ പറയത്തില്ല, തീരുമാനിക്കണം. അതെന്റെ അങ്ങനെ പറഞ്ഞ കുഴപ്പമെന്ന് പറയും. ബൈബിള് നോക്കിയേ, ഇരുമനസ്സുള്ളവൻ അവന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. തൊട്ടുമുകളത്തെ വാക്യം നോക്കി, 7-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്നാൽ അങ്ങനെ അല്ലാത്തവൻ പ്രതീക്ഷിച്ചോണം, ലഭിക്കും. അങ്ങനെ ഉള്ളവൻ എന്താണ്? ലഭിക്കത്തില്ലെങ്കിൽ എങ്ങനെയുള്ളവൻ? ഇരുമനസ്സുള്ളവൻ ഒന്നും പ്രതീക്ഷിക്കുക വേണ്ട, അവന്റെ ജീവിതം അങ്ങനെ. അത് നിങ്ങൾ നോക്കിയാൽ, ചില വിശ്വാസി നോക്കിയാൽ മതി, അങ്ങനെ ഉറയ്ക്കാത്ത വിശ്വാസികളാണ് പലപ്പോഴും. നിങ്ങൾ നോക്കിയാൽ മതി, അവരൊത്തിരി പ്രാർത്ഥനയ്ക്ക് പോവും, ഒത്തിരി ബ്രദർമാരുടെ ഫോൺ നമ്പർ ഉണ്ട്, ഒത്തിരി ബ്രദർമാരെ അറിയാം, ഒത്തിരി കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷെ നോക്കിക്കുക, അവരുടെ ജീവിതം സ്റ്റേബിൾ അല്ല, അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായ മാറ്റം കാണുന്നില്ല. കേട്ടത് അല്പമേ ഉള്ളൂ, സാഹചര്യത്തിന്റെ അകത്ത് ബ്രദറെ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഈ പറയുന്ന വചനം ഒരു ദിവസം, ബൈബിൾ പറയുന്ന കർത്താവിൽ നിന്നും എനിക്കത് ലഭിക്കും. കണ്ടോ, ഞാൻ ഓടത്തില്ല.
ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നതിനെല്ലാം പോയി ചാടി പിടിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കാറ്റടിച്ച് ഉലയുന്നവനല്ല എന്ന് സ്വന്തമായിട്ട് എനിക്കൊരു തീരുമാനം വേണം. അതുകൊണ്ട് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വചനത്തിന്റെ അകത്ത് പറയണം, എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ബൈബിളിൽ ഉണ്ട്. ആരെങ്കിലും വന്നിട്ട് പറയാണ് കർത്താവ് നിന്നെ കൈവിട്ട് കൊട്ടതേ, ആ വിഷയം മൊത്തം തലകുത്തി മറിയും, അതൊന്നും എനിക്കറിയത്തില്ല സഹോദര. എനിക്ക് അതിൻ്റെ പുറകെ ആമേൻ പറയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അകത്ത് എന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാൻ തിരമാല പോലെ ഇരിക്കുന്നവനല്ല. തിരമാലയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ തൃശ്ശൂരോ എവിടെയെങ്കിലും കോഴിക്കോടോ കണ്ണൂരൊക്കെ പോയി കടൽ തീരത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അലയടിച്ചു വരുന്ന തിരമാല. നിങ്ങൾ അതിനൊരു നമ്പർ ഇട്ടാൽ പിന്നെ ദൈവത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇന്ന് കണ്ടത് നാളെ കാണത്തില്ല. നിമിഷ നേരം കൊണ്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. തിരമാലയ്ക്ക് സ്ഥിരതയില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. തിരമാല കാണാൻ ഭയങ്കര ഭംഗിയാ, പക്ഷെ അതിന് സ്ഥിരതയില്ല. ഇന്ന് കണ്ടാൽ നാളെ കാണത്തില്ല. പക്ഷെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറയുന്നു, കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇടയായിത്തീരും. ഈ ദിവസത്തിൽ ഒലയുന്നവരാകരുത്, ഉറയ്ക്കുന്നവരാകണം. സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമെന്ന് ഇപ്പൊ കാണുന്ന ഒന്നും, ഞാൻ വീണ്ടും പറയും, ഇന്ന് നിങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ, കയ്യിലൊരു വചനം മുറുക്ക പിടിക്കുക. ബ്രദറെ, എനിക്ക് ഒരു മാറ്റവും കാണാൻ പറ്റുന്നില്ല ബ്രദറെ, ഞാൻ എങ്ങോട്ട് തളരുക ബ്രദർ. ഒരു കാര്യം ഞാൻ പറയാം, ആ വചനം ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടോ? അങ്ങനെയെങ്കിൽ വല്ലതും ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ചോണം. ഞാൻ ഒലഞ്ഞിട്ടില്ല എന്നുള്ള തെളിവ് എന്നറിയാവോ? കേട്ട വചനം ഇപ്പോഴും എൻ്റെ ഉള്ളത്തിലുണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ഞാൻ പൗലോസ് പറഞ്ഞ വാക്ക് കണ്ടോ? ഞാൻ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ എപ്പോഴും മാറ്റി പറയത്തില്ല. അതുകൊണ്ട് എല്ലാത്തിനും പോയി ആമേൻ പറയല്ലേ, ഉള്ളതെല്ലാം വീട്ടിലോട്ട് കയറി വരും. എല്ലാത്തിനും സ്വതന്ത്രം പറയാൻ പോകരുതേ, ഉള്ളതെല്ലാം കയറി വരും. പക്ഷെ പറയുന്നെങ്കിൽ നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറാതെ നിൽക്കുന്നത്. കാറ്റടിച്ചിലൊയുന്നത് കൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മൾ അസ്ഥിരരാണ്. തിരമാല എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു തിരമാല ഞാൻ ഇന്നലെ കണ്ടു, പക്ഷേ ഇന്ന് അതിനെ അന്വേഷിച്ചു പോയാൽ അത് എവിടെയോ പോയി. ഇരുമനസ്സുള്ള മനുഷ്യൻ അവന്റെ വഴികളിലൊക്കെയും അസ്ഥിരനായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പറയാം, സ്ഥിരമായി ഈ സൂം പ്രയറിൽ പങ്കുചേരുന്നവരുണ്ട്, വല്ലപ്പോഴും വരുന്നവരുണ്ട്. ചിലർ പറയും ബ്രദറെ ഞാൻ ഇപ്പൊ കയറാറില്ല, എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ പല ആളുകളുണ്ട്. എന്നാൽ സ്ഥിരമായി കയറുന്നവര് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് ഒരു മാറ്റവും കണ്ടില്ലെങ്കിൽ നിങ്ങളെ സ്ഥിരമായിട്ട് ഇതിൻ്റെ അകത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണമെങ്കിൽ മാസത്തിൽ 2 തവണ മീറ്റിംഗ് ചെയ്താൽ പോരെ, ആഴ്ചയിൽ 2 തവണ. ബാക്കിയുള്ള ജോലിയും കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്ത് സുഖമായി കിടന്നുറങ്ങാം, റെസ്റ്റ് ചെയ്യാം. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാ എന്നാലോചിച്ച് നോക്കി. ഇന്ന് ഈ നിമിഷം എനിക്ക് തോന്നിയില്ല ഇന്ന് പ്രാർത്ഥന നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേറൊരു യാത്രയിലായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ചിലപ്പോൾ പ്രാർത്ഥന കാണത്തില്ല. അപ്പോൾ എനിക്കിന്ന് സിസ്റ്റർ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ചിലപ്പോൾ നമുക്ക് അന്യഭാഷ പ്രാർത്ഥന ഇന്ന് ചിലപ്പം വെക്കേണ്ടി വരത്തില്ല, കാരണം ഞാൻ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്, വേറൊരു വഴി നിൽക്കുവാന്ന് പറയും. എത്തിയിട്ടില്ല. വേണമെങ്കിൽ ഈ പ്രാർത്ഥന നടത്താതിരിക്കാമായിരുന്നു. പക്ഷെ നമ്മളെ ഇത് നടത്തുന്ന ഒരു ദൈവം. എന്തിനാ കർത്താവ് നടത്തുന്നറിയാമോ? നമ്മളെ കാറ്റടിച്ച് ഉലയുന്നവരാകാതിരിപ്പാൻ, ഉറപ്പുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്? സ്ഥിരത. അതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും ചിലപ്പോൾ നിങ്ങൾ എന്തിക്കും, നമ്മളെ ചിലപ്പോൾ ആൾക്കൂട്ടം വലില്ലായിരിക്കാം, ആ കൂടെ നിൽക്കാൻ ആളില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, കർത്താവിൻ്റെ വചനം എനിക്ക് തെളിവാണ്, ഇത് വിട്ട് ഞാൻ മാറത്തില്ല. അതിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുമല്ല, നമ്മൾ അതിനെ ദൈവം ഉറപ്പിക്കുന്ന. അപ്പൊ അതിന് നാം ചെയ്യേണ്ടത്, എല്ലാത്തിനും ആമേൻ പറയാൻ പോകരുത്. ആരെങ്കിലും വന്ന് ഉടനെ ഏതെങ്കിലും ഒരു പ്രവചനം പറഞ്ഞാലോ, ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലോ, ഏതെങ്കിലും പ്രശ്നം വന്നാലോ അതിൻ്റെ പുറകെ പോകാതില്ല. എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വചനമുണ്ട്, ഇന്ന് എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ അർത്ഥം ഞാൻ എന്നേക്കുമായി കാണാൻ പറ്റത്തില്ലെന്നല്ല. നോക്കിയേ, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്നവൻ നിരൂപിക്കരുതെന്നാ പറഞ്ഞത്. ആര്? കാറ്റടിച്ചുലയുന്നവൻ. കാറ്റടിച്ചുലയുന്നവൻ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ലോകത്തുള്ള സകലത്തിലും പോയി തല വെക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി വിശ്വാസ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അത് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കഴിവല്ല, ഒരു സാക്ഷ്യം പോലെ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ചിലർ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ വേണം, ഇന്ന സപ്പോർട്ടോ ഇന്ന കൈത്താങ്ങോ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറെ എന്തിലും കോംപ്രമൈസ് ചെയ്താലും ഞാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ജീവിതത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം എന്നെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ദൈവം. ഞാനതാ വിശ്വസിക്കുന്നത്. ഇന്ന് ഞാൻ ജീവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്.
നാളെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. തെളിവെന്തുവാ? ഇന്നലെയും ഇന്നും യേശു മാറാത്തവൻ. ഈ ദൈവമാ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങളുടെ പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുക. ആകെ പറ്റുന്നത് എന്തുവാ? എല്ലാ ദിവസവും സൂമി വചനം കേട്ടോണ്ടിരിക്കുന്നു, ദിവസവും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ബ്രദറെ, എന്റെ ജീവിതത്തിൽ എനിക്ക് കാണത്തക്ക വണ്ണം ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് ആരെങ്കിലും, എല്ലാവരും അല്ല, ആരെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, കാറ്റടിച്ച് ഉലയുന്നവരല്ല എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ കർത്താവിന്റെ വചനത്തിലാണ് നിൽക്കുന്നത്. ഇല്ല, ആ വചനം വിട്ട് എന്നാ ഉപദേശം വന്നാലും അതിനോട് ആമേന് ഞാൻ പറയത്തില്ല, അതിനോട് ഞാൻ താരതമ്യപ്പെടുത്തത്തില്ല. കാരണം ബൈബിളിൽ പറഞ്ഞു സംശയിക്കാതെ വിശ്വസിക്കണം പറഞ്ഞു. അപ്പൊ ഇവിടെ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയ ചിന്തയല്ല. അവിടെ നമുക്ക് സംശയം വരും, ഇല്ലേ? നിങ്ങളിപ്പോൾ വചനമെല്ലാം പറഞ്ഞിട്ട് ഈ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് കൊച്ചിന്റെ വിഷയം, നിങ്ങളുടെ രോഗവിഷയം, നിങ്ങളുടെ മറ്റേതെങ്കിലും വിഷയം അത് അവിടെ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് വരും, എൻ്റെ കർത്താവ് ഇത് മാറിയില്ലല്ലോ, ഇതെന്നെ മാറാത്തത്. ഭാരവും ഭയവും ടെൻഷനും ഒക്കെ വരുന്നതിന്റെ പേരും സംശയം തന്നെയാണ്. ഇതിനെ അല്ല അവിടെ പരാമർശിക്കുന്നത്. തൊട്ട് താഴെ പറയുന്നുണ്ട്, കാറ്റടിച്ചുലയുന്നവനാകരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സ്റ്റേബിൾ ആകണം, ഉറപ്പുള്ളവനാകണം. ഇത് കാണാൻ പറ്റുന്ന എവിടെയാണെന്നറിയാവോ? ജോഷുവയുടെ പുസ്തകത്തില്ല. ഉറപ്പും വചനത്തിൽ, നിന്റെ വചനത്തിൽ ഉറപ്പുള്ളവൻ. അപ്പോൾ വചനത്തിൽ ഉറച്ചാൽ മതി. കയ്യിൽ ഇപ്പോഴോ വചനം ഉണ്ടോ? സംശയമൊക്കെ വരും, വിറയലൊക്കെ വരും, ഭയമൊക്കെ വരും, ആകുലതകളൊക്കെ വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വാക്തത്വം ചെയ്തവൻ കയ്യിൽ വചനമുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കും. ഉറപ്പാ കേട്ടോ, ദൈവത്തിൽ നിന്ന് ലഭിക്കും. ഭാരമൊക്കെ വരും, പ്രയാസമൊക്കെ വരും, അതൊന്നും അവസാനമൊന്നും അല്ലത്. അത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ചിന്തകളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ, ദൈവം വാക്കു മാറത്തില്ല. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനായിരിക്കും. അപ്പൊ അസ്ഥിരനല്ല നമ്മള്. അതിന് തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നു, ഈ വാക്യം നോക്കിയോ, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പൊ അസ്ഥിരനാകാതെ സ്ഥിരത ഉള്ളവനാകണം. അപ്പൊ എല്ലാത്തിനും ആമേൻ പറയത്തില്ല, തീരുമാനിക്കണം. നമ്മുടെ ഉള്ളത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ആരെങ്കിലും എന്തേലും വന്നൊരു കാര്യം പറഞ്ഞാൽ, വീടിന്റെ അകത്ത് വലിയൊരു പിശാച് കയറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ എന്ന് പറയരുത്, പറയണം. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും, തുടരുന്ന സങ്കീർത്തനം, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. പിന്നെ ഇങ്ങനെ വിരയ്ക്കാത്ത കയറുന്നത് അല്ല ബ്രദർ. അയാൾ കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു, കറക്റ്റാ. നിങ്ങൾ കാറ്റടിച്ച് ഉലയുന്നവൻ. കുറെ നാൾ നല്ല പകിട്ടൊക്കെ കാണും, കുറെ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം? അസ്ഥിരരായി പോവും. അങ്ങനെയുള്ളവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തുമില്ല, വഴിയിലൊക്കെയും അസ്ഥിരരായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ അല്പമേ ഉള്ളോ, ഉറച്ചു നിൽക്കുക. നാളെ അവസ്ഥകൾ മാറ്റുന്ന ദൈവമുണ്ട്. ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ ഇത് ശൂന്യതയല്ല കേട്ടോ. നിറവിന്റെ ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നന്ദി കർത്താവേ. എൻ്റെ സമയം അടുത്തിരിക്കുന്നു. നാശത്തിന്റെ സമയമല്ല, മരണത്തിന്റെ സമയമല്ല. ഞാൻ വിശ്വസിക്കുന്നു, വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ. പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയാ, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേട്ടുകൊണ്ടിരിക്കുന്നു. വേറെ ആരും കേട്ടില്ല, ഒരാൾ മാത്രം കേൾക്കുന്നുള്ളൂ. അതിന്റെ കാരണം ഒരാളുടെ അകത്തു മാത്രമേ യഹോവയുടെ വാക്ക് കിടപ്പുള്ളൂ. വേറെ ആരും കേൾക്കാത്തത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണം. കർത്താവെ, ഞാൻ കാണുക സാഹചര്യം മുഴുവൻ വിപരീതമാകുമ്പോഴും എനിക്ക് ഉറപ്പായി എന്തോ വലിയ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാ. അത് ദോഷമല്ല, നന്മയാക്കാൻ വേണ്ടി പോവാ. ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നവരാകണം. ഞാൻ കാണാൻ വേണ്ടി പോകും. എൻ്റെ കൂടെ എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും പറഞ്ഞേ, ഞാൻ കാണാൻ വേണ്ടി പോകും. എന്തോ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി അടുത്തുകൊണ്ടിരിക്കുക. സാഹചര്യം നോക്കിയാൽ മഴയുമില്ല, വെയിലുമില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളത്തിൽ ഞാൻ വലിയ മുഴക്കം കേട്ടുകൊണ്ടിരിക്കുക. വലിയ മുഴക്കം ഞാൻ കേൾക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ദിവ്യ എന്ന പേരുള്ളൊരു മോളെ കർത്താവ് കുടുംബത്തിൽ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ദിവ്യയുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് ഒരു അത്ഭുത സാക്ഷ്യമാക്കാൻ വേണ്ടി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ, ഈ രോഗശക്തിയെ നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തിനും സൗഖ്യത്തിനും അവകാശമാണ്. പുതിയ അവയവങ്ങൾ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് യേശു എനിക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. കേടായതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയല്ല, പുതിയ അവയവം എനിക്ക് ഉണ്ടാകുവാൻ യേശു ക്രിസ്തു വില കൊടുത്തിരിക്കുന്നു. ദിവ്യാരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. നന്മ എൻ്റെ അവകാശമാണ്. ഉയർച്ച എൻ്റെ അവകാശമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ വ്യക്തികളെയും ആ കൈയെടുത്ത് വെച്ച് ഇന്ന് ആ വേദന ഇപ്പൊ തന്നെ മാറുക.
ഇപ്പൊ തന്നെ, നാളെയല്ല, ഇപ്പൊ തന്നെ രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറുക, രോഗത്തിന്റെ ദുരാത്മാക്കൾ ആ ശരീരം വിട്ട് മാറുക, സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരം വിട്ട് ഓടിപ്പോകുക. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ലളിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ലളിതയുടെ ഭവനത്തിൽ ആ മകളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇന്ന് ആ മകൾക്ക് വേണ്ടി കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു കുടുംബത്തിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഈ മെയ് മാസം 12-ാം തീയതിയാണ് ആ മകൻ ജനിച്ചിരിക്കുന്നത്. മെയ് മാസം 12-ാം തീയതിയാണ് ആ മകൻ ജനിച്ചിരിക്കുന്നത്. ആ മകന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. മെയ് മാസം 12-നാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരെയും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ആലോചന ഇടപെടുന്നവർ സൂമിലാണെങ്കിൽ പ്രതികരിക്കാം. സൗഖ്യം ലഭിക്കുന്നവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ സൗഖ്യം, വേദന ഇപ്പോൾ തന്നെ മാറിക്കൊണ്ടിരിക്കുക. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനോട് പറയുന്ന ഒരു ആൽബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുക. ശൂന്യമായ പടകിനെ നിറച്ചതുപോലെ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോകും. അതിനൊരു വാക്കിങ്ങനെ പറയുക, ആ കുടുംബക്കാരുടെ ഇടയിൽ പോലും സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും സംസാര വിഷയമാകുന്ന രീതിയിൽ ഒരു വർധനവിനെ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാം. നന്ദി പിതാവേ, നന്ദി യേശുവേ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തു. അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പൊ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ബിജോയ് എന്ന് പറയുന്ന ബിജോയ് എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. ആ ശരീരത്തെ അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന സകല പിശാചിന്റെ പദ്ധതികളും ഇന്ന് അവിടുന്ന് നീങ്ങി ബിജോയിയുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. നന്ദി പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, ദൈവാത്മാവിന്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു കുടുംബം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് 8 വർഷം മുമ്പ് പുതുക്കി പണിത ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. 8 വർഷം മുമ്പ് പുതുക്കി പണിത ഒരു ഭവനം. ആ ഒരു പുതുക്കി പണിതലിന് ശേഷം ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആ പുതുക്കി 8 വർഷം പുതുക്കി പണിതതിന് ശേഷം ആ കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു മരണം നടന്നു. ആ കുടുംബത്തിൻ്റെ അകത്തല്ല, അതും ആ കുടുംബത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യനാണ്, ഒരാണാണ് ആ വ്യക്തി മരിച്ചത് ഒരു വാർത്ത അവിടെ നിന്ന് കേട്ടു. ആ വീട് പുതുക്കി പണിതതിന് ശേഷം ഏകദേശം പണിതതിന് ശേഷം ആ പുതുക്കി പണിത് ഒരു 3 വർഷമായപ്പം ഒരു മരണം ആ കുടുംബത്തിൽ കേട്ടു. അതിനുശേഷം പിന്നീട് ആ കുടുംബത്തിൻ്റെ അകത്ത് ഒത്തിരി ദുഃഖത്തിൻ്റെ ചില വാർത്തകൾ കേൾക്കാൻ ഇടയായി തീർന്നു. ഇന്നും ആ ഭവനം ആ വിഷയത്തിൻ്റെ മേൽ വലിയ ഭാരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ആ ഭവനത്തിൻ്റെ അവസ്ഥകളെ ദൈവം ഇന്ന് മാറ്റുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ലത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഒരു കാഴ്ച കാണിക്കുന്നു. ഈ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുക. അതിപ്പം കിട്ടാനും പറ്റുന്നില്ല, ആ സാമ്പത്തികം കൊടുക്കാനും പറ്റുന്നില്ല. അതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ട് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് കിടക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ ചില പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആ കുരുക്കുകളെ ദൈവം അഴിച്ചിട്ട് ദൈവപ്രവൃത്തികൾക്കായിട്ട് ദൈവം വെറുതെ ഈ ദിവസങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഹൃദയത്തിൻ്റെ അകത്ത് സംശയം വരുമ്പോഴും വചനം വിട്ട് ഒരു പരിപാടിയില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ യേശുവെ നന്ദി പറയുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഷിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഞാൻ കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ മേൽ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ നീങ്ങിപ്പോട്ടെ, അവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ, നന്മകൾ തുറന്നു വരട്ടെ. സകല വിഷയത്തിൻ്റെ മേൽ യേശു രാജാവായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ അപ്പം, അതിൻ്റെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ കാണും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് വലിയ പ്രവൃത്തികളാൽ നമ്മളെ നിറയ്ക്കുമാറാകട്ടെ.
വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ നമുക്ക് ദൈവസന്നിധിയിൽ കാണാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ദൈവിക ആലോചന സൂമിൽ ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഞാൻ അതിന് മുമ്പായിട്ട് ഇന്ന് കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് സൂം പ്രയർ രാവിലെ ആയിരിക്കും സൺഡേ മീറ്റിംഗ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയമല്ല, ഇന്ത്യൻ സമയം എനിക്ക് വന്നത് 3 മണിയായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹന്റെ ലിങ്ക് അതിനകത്ത് ഇട്ടേക്കാം. ഈ സമയത്ത് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന് പറയുന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ഒരു നിയോഗപ്രകാരം നാളെ സ്കൂൾ തുറക്കുമ്പം അവർക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെയൊക്കെ നന്ദി പറയുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ വിതച്ചവരുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ബ്രദറിന് വേണ്ടിയോ ആർക്കോ വേണ്ടി കൊടുത്തതല്ല, കർത്താവിന്റെ നാമത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി ഏതെങ്കിലും ഒരു സമയത്ത് ദൈവപ്രവർത്തിക്ക് ഇത് കാരണമാവും. ജോലിയിലും ബിസിനസ്സിലും ദൈവം വർധനവ് കൊണ്ട് നിറയ്ക്കും, സമൃദ്ധി കൊണ്ട് ദൈവം നിറയ്ക്കും. എല്ലാ മേഖലയിലും ദൈവം നിങ്ങളെ പുഷ്ടിയുള്ളവരാക്കി മാറ്റും. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ദൈവിക ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. സൂമിൽ ലൈവിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രയർ ലൈനുകളിലേക്ക് നിങ്ങൾക്ക് അറിയിക്കേണ്ടതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. ദിവ്യ എന്ന് പറഞ്ഞത് എന്റെ മരുമകളാ ബ്രദറെ. മോളുള്ളത് ആരായിരുന്നു? പറഞ്ഞു പറഞ്ഞു. ഞാൻ നിങ്ങൾ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സൗണ്ട് ഒരുമിച്ച് വന്നാൽ ക്ലാഷ് ആവുന്നത് കൊണ്ടാണ് ഓരോരുത്തരുള്ളവർ പറഞ്ഞു. മോളുള്ളത് ആരായിരുന്നു? മോളുമായിട്ട് ബന്ധപ്പെട്ട ദിവ്യ ഉള്ള ഒരാളെയാണ് കർത്താവ് സ്പർശിക്കുന്നത്. എന്റെ മോള് ബ്രദറെ, ദിവ്യ മോള് കർത്താവ് സ്പർശിക്കുന്നു കേട്ടോ. അല്ല, ഭാവിയെ അടയ്ക്കാൻ നോക്കിയതിനെ കർത്താവ് തുറക്കുവാണ്. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് മകളെ മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ? മോളാണ് ദിവ്യ. അനിയത്തി സൂമിലുണ്ട്, പക്ഷെ മൂട്ട് മാറ്റി പറയാൻ അറിഞ്ഞൂടാ. മോളുള്ളത് ആരാണോ ആ മോളെ കർത്താവ് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞത്. മോളുള്ളത് ആരാണോ ആ മോളുള്ളതിനെ കർത്താവ് അനുഗ്രഹിക്കുക. മോൾ ആരാണോ അത് യേശുവിന്റെ നാമത്തിൽ. ഒരു സഹോദരനും കൂടെ ഉള്ളതാണ് ആ മകളുള്ള. സൗണ്ട് അത് ക്ലാഷ് ആയിരുന്നു. കർത്താവ് അത് ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് പറഞ്ഞു. ലളിത എന്ന് പറഞ്ഞ ഒരാളെ കർത്താവ് സ്പർശിച്ചു എന്ന് ഇപ്പം ബ്രദർ പറഞ്ഞല്ലോ. ലളിത ഞാനാണ്. അത് യേശുവിന്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഏറ്റെടുത്തു. പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. അത്ഭുതമാക്കി ദൈവം മാറ്റും. ഒരു മോന്റെ ബർത്ത്ഡേ ആരായിരുന്നു? മോനാണ്. കുടുംബത്തിലൊരു മകന്റെ ബർത്ത്ഡേ ആണത്. അതുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. പറഞ്ഞു. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് അവന് വേണ്ടി വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകട്ടെ. അത് യേശു അവരുടെ പറയണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. വലിയൊരു അനർത്ഥത്തിൽ ദൈവം അവനെ വിടിവിക്കും. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ.
തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഒത്തിരി ആൾക്കാർ സൂമിൽ മെസ്സേജ് അയക്കുന്നു, അവർക്ക് സൂമിൽ കയറാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല ഇനിയിപ്പം ഈ നമ്മുടെ കൗണ്ട് 1000 തികഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ അത്രയും കാണിക്കുന്നില്ല, 500 അടുത്തേ കാണിക്കുന്നുള്ളൂ. ചിലപ്പം ഒരേപോലെ ആളുകൾ കയറാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ അത്രയും ചിലപ്പോൾ കപ്പാസിറ്റിക്ക് മുകളിൽ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നാളെ മുതൽ ഈ സൂമിലും യൂട്യൂബിലും ഒക്കെ കാണുന്നവർ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കാണിക്കുന്നത്, അത് ഫുള്ളായെന്നാണോ വേറെ എന്താണോ എറർ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇനി കയറാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആണല്ലോ അയക്കുക നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിലേക്ക്. എന്താണ് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എന്താണോ കാണുന്നത് ജസ്റ്റ് ഒന്ന് പറയുക. അത് ഫുൾ ആയെങ്കിൽ നമുക്ക് ഇനി അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഏതായിരുന്നു? ഇന്നലത്തെ എപ്പോഴായിരുന്നു സിസ്റ്ററെ? കയറാൻ പറ്റുന്നില്ലായിരുന്നു. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നില്ല. ആമേൻ. തീർച്ചയായിട്ടും അത് അതായത് ദിവസങ്ങൾ ക്രമീകരിച്ചിട്ട് ഫുൾ ആയതുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. നമുക്കത് ചെക്ക് ചെയ്യണം ഈ ദിവസങ്ങളിൽ. അപ്പം നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോണം. ഏതെങ്കിലും ലിങ്ക് വർക്കാതെ വരുന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് മിസ്സാകുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ലിങ്ക് എല്ലാം കൂടെ. ഇത് ഫുൾ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും കേട്ടോ. ആ നമുക്കത് ശരിയാക്കാം സിസ്റ്റർ കേട്ടോ. ഓക്കെ സിസ്റ്റർ, പറഞ്ഞു. ഇപ്പോഴല്ല സിസ്റ്റർ, അത് വെള്ളിയാഴ്ചകളിലാണേ സിസ്റ്റർ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല സിസ്റ്ററെ. ഓക്കെ, അത് നോക്കട്ടെ സിസ്റ്റർ. ചെക്ക് റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ട്, അത് നോക്കട്ടെ, ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഉം. തീർച്ചയായിട്ടും കർത്താവ് വിടുവിച്ച കൃപയ്ക്ക് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ചു. ആ രോഗാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ബലവും ശക്തിയും ദൈവം കൊടുത്തല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത വിടുതലിന് നന്ദി, സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിന് ഗോഡ് ബ്ലെസ് യു. ഇനിയും കർത്താവ് വർധനവിലാൽ നിറയ്ക്കും കേട്ടോ. ആമേൻ. പറഞ്ഞു. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റി സിസ്റ്റർ. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കാണാൻ കർത്താവ് സഹായിക്കും. പറഞ്ഞു. പറഞ്ഞു.
എന്റെ ഫാമിലി ലൈഫില് വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഹസ്ബൻഡും തമ്മില് ഡൈവേഴ്സിന്റെ വക്കീല് പേപ്പർ വരെ എന്റെ വീട്ടിൽ വന്നു. ഹസ്ബൻഡ് കൊടുത്തു. അന്നേരം എന്റെ ഒരു കസിൻ ആന്റി എന്റെ ഹസ്ബൻഡിന്റെ പിന്നെ അമ്മാച്ചന്റെ വൈഫ് ലീന എന്ന് പറയുന്ന ആന്റി വഴിയാണ് ഞാൻ ബ്രദറിന്റെ മീറ്റിങ്ങിൽ കയറാൻ തുടങ്ങിയത്. അന്നേരം പുള്ളിക്കാര് പറയായിരുന്നു വചനം ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഈ എന്റെ ഡൈവേഴ്സിന്റെ പേപ്പർ എന്റെ വീട്ടിൽ വന്നപ്പം ഞാൻ ഹലോ 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 ബ്രദർ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അന്നേരം ബ്രദറെ അങ്ങനെ ഞാന് ബൈബിളിൽ അന്നേരം എന്റെ ഹസ്ബൻഡിന്റെ പേര് വെച്ച് യേശുനാമത്തില് എന്റെ ഹസ്ബൻഡിന്റെ പേര് എബി എന്നായിരുന്നു. അന്നേരം യേശുനാമത്തില് എബിയെ എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ച് തന്നു എന്ന് പറഞ്ഞ് ഞാൻ യേശുനാമത്തിൽ ഞാൻ വലിയ അത്ഭുതം കാണുമെന്ന് പറഞ്ഞ് ബൈബിളിൽ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഞാൻ അങ്ങനെ വചനം ഞാൻ ബൈബിളിനകത്ത് പേപ്പറിനകത്ത് എഴുതി വെച്ച് വിശ്വാസത്തോടെ ഞാൻ നാട്ടിൽ കയറി വന്നു. എന്റെ ഹസ്ബൻഡ് ഭയങ്കര വീട്ടുകാരും ആരും പറയുന്നത് കേൾക്കത്തില്ലായിരുന്നു, ഇത് വിഡ്രോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ്. പക്ഷെ അന്ന് ദൈവം എനിക്ക് അനുകൂലമായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിലൂടെ എനിക്ക് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിച്ചു, സംസാരിച്ചു. ഹസ്ബൻഡിന്റെ അമ്മാച്ചന്മാരൊക്കെ വന്ന് ഇടപെട്ടു. അവരൊക്കെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പുള്ളിയുടെ സൈഡിൽ ആരും നിന്നില്ല. ആരും കട്ടയ്ക്ക് പറഞ്ഞു ഇല്ല ഇത് ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങള് മറികടന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പുള്ളി അത് വലിയ അത്ഭുതമായിരുന്നു. ഞാൻ ഒത്തിരി കണ്ണീരോടെ ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയത്. എന്റെ ജീവിതം എന്തോ ആയി തീരും, എനിക്ക് 2 കുഞ്ഞുങ്ങളാ ഉള്ളത്. അപ്പൊ ഞാൻ എന്തോ ആയി തീരും, എങ്ങനാവും, ഞാൻ തിരിച്ച് ഈ ദേശത്ത് തിരിച്ചു വരുമോ, എങ്ങനാവും, വലിയ സങ്കടത്തിലാണ് ഞാൻ കയറി വന്നത്. അന്നേരം അപ്പൻ അവിടെ അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. പുള്ളി പെട്ടെന്ന് ആ തീരുമാനത്തിൽ നിന്ന് മാറി ഞങ്ങൾ ഒരുമിച്ച് പോയി പെറ്റീഷൻ വിഡ്രോ ചെയ്തു. അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ അപ്പൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. പുള്ളി ഒരിക്കലും ആര് പറഞ്ഞാലും കേൾക്കാത്ത മനുഷ്യനാ. പക്ഷെ അന്നേ ദിവസം അവരിലൂടെ ദൈവം സംസാരിച്ചു പുള്ളിയോട്. അങ്ങനെ പുള്ളി മാറി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞ് എനിക്ക് എംഗ്ലക് സാറിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് തന്നെ എനിക്ക് അതിന്റെ ഡേറ്റും വന്നു. ഞാനത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ എനിക്ക് ഈ ഒരു പ്രശ്നവും കൂടെ വന്നത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സെല്ലാം കലങ്ങി. ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്യാതെ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പൂർണ്ണമായി അതും ഞാൻ ബൈബിളിൽ എഴുതി വെച്ചു. യേശുനാമത്തില് എംഗ്ലക് സാറിന് എക്സാം ഞാൻ പാസ്സാവും, ശക്തനായ ദൈവം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ വചനങ്ങൾ ഞാൻ ബൈബിളിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിനും പോയത്. കാരണം ഞാനൊന്നും പഠിക്കാതെ പോയത്. പക്ഷെ അവിടെയും ഇന്നലെ അപ്പൻ എനിക്ക് റിസൾട്ട് വന്നപ്പോ എനിക്ക് വലിയ വിജയം അവിടെ എനിക്ക് തന്നു. അപ്പൊ വചനത്തിന്റെ ശക്തി എന്റെ ദൈവം എന്നെ ഓരോ ദിവസവും എന്നെ വചനങ്ങളിലൂടെ എന്നെ ബലപ്പെടുത്തുമായിരുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് നീ ഭയപ്പെടേണ്ട, ഓരോ വചനങ്ങൾ കേൾക്കുമ്പോ നീ ഭയപ്പെടേണ്ട, നിനക്ക് ജയം തന്നിരിക്കുന്നു, ഞാൻ നിന്റെ ദൈവമല്ലയോ, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങളാണ് എനിക്ക് യൂട്യൂബിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിത് വലിയ സാക്ഷ്യമായിട്ട് ഞാൻ എല്ലാരോടും പറയുന്നു. എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വലിയത് തന്നെ. അത് ഇതിപ്പോ ഈ 2 സംഭവങ്ങളിലൂടെ ഞാൻ പറയുന്നു. ഞാൻ എപ്പോഴും വചനം എഴുതി വെച്ച് ഇനി പ്രാർത്ഥിക്കും. അത് ബ്രദറിന്റെ പ്രയറിൽ കയറിയ പിന്നെ എനിക്ക് ഇതിന്റെ ഒരു ശക്തി ഇത്രയുണ്ട്. നമ്മുടെ നാവ് തീയാണെന്ന് ദൈവം ബ്രദർ എപ്പോഴും പറയും. നമ്മുടെ നാവിലൂടെ നമ്മൾ അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്തുമെന്ന് പറയുന്നു. അതെല്ലാം എനിക്ക് എന്റെ ജീവിതത്തിലൂടെ ഇതെല്ലാമായി എല്ലാം എന്റെ യേശോപ്പായ്ക്ക് മഹത്വമായിട്ട് ഞാൻ ഈ സാക്ഷ്യമായി പറയുന്നു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രേക്ഷിച്ച് പറഞ്ഞത് തന്നെ. കാരണം വെച്ചാൽ ഒരാള് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. അത് നിങ്ങൾ കർത്താവിന്റെ വചനം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇപ്പൊ മനസ്സിലായോ, ചെറിയൊരു കാര്യമല്ല നിങ്ങൾ കൊടുത്തത്. ആ സഹോദരി പറഞ്ഞോളെ തന്നെ വലിയ പ്രതിസന്ധിക്കകത്തായിരുന്നു നിന്നത്, വലിയ നിരാശക്കകത്താണ് നിന്നത്. ആ സമയത്താണ് വചനം കേൾക്കാൻ ഒരാൾ അയച്ചു കൊടുത്തത്, കസിനാരോ. പക്ഷെ ആ സഹോദരി ആ വചനം ഏറ്റെടുത്ത് തുടർമാനമായിട്ട് വചനം കേട്ടത് എഴുതി വെച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആ വചനം ആ ജീവിതത്തിന്റെ അകത്ത് പരാജയപ്പെടുമെന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത്
ഇന്ന് കാറ്റടിച്ച് ഉലയുന്ന മകളായിട്ടല്ല, ഉറപ്പുള്ള മകളായിട്ട് നിർത്തുകയും ഇന്ന് നമ്മുടെ നടുവിൽ സാക്ഷ്യം പറയുന്ന മകളായിട്ട് കർത്താവ് മാറ്റി. അതുകൊണ്ട് ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, വചനം മുറുക്കെ പിടിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒന്നും കണ്ടില്ലെങ്കിലും ഇത് അവസാനമല്ല. ബൈബിൾ പറയുന്നു, ഇങ്ങനെയുള്ളവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കത്തില്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിക്കും. അതാണ് സാക്ഷ്യം. ഇനിയും കർത്താവ് നന്മ നിറക്കട്ടെ. ധൈര്യത്തോടെ ഇരിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1-2 ആഴ്ച മുമ്പ് എനിക്ക് തൊണ്ടവേദനയും ഒരു കോൾഡ് പോലൊക്കെ വന്നു. അത് പിന്നെ ഒടുവില് അത് യൂറിൻ ഇൻഫെക്ഷനിലേക്ക് പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ട് എടുക്കണം. അങ്ങനെയൊക്കെ പോയി അൾട്രാസൗണ്ട് ഒക്കെ എടുത്ത് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഇന്ന് റിസൾട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഒരു കുഴപ്പവും ഇല്ലെന്ന് കേൾക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി. വചനത്തിൽ തന്നെ ഉറച്ചു നിന്നു, വചനം പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആ വിടുതൽ കാണുവാൻ, അനുഭവിപ്പാൻ ഇടയാക്കിയ വൻ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. കർത്താവെ, ഇന്ന് അങ്ങ് വിടുവിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്ക് നമ്മൾ രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് വന്നപ്പോഴേക്കും ദൈവത്തിന്റെ അനുകൂലമായ കരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കുക. ഇനിയും കർത്താവ് നന്മകളാൽ നിറയ്ക്കും, സാക്ഷ്യമാക്കി ദൈവം നിർത്തും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. ഞാൻ ഇന്നലെ ബ്രദറ് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു തുക നിശ്ചയിച്ചിരുന്നു. അത് കൊടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ നമ്മുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം എനിക്ക് ഞാൻ 3 മാസമായിട്ട് ഒരു വരുമാനം ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇത് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ എന്നെ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് അവർക്ക് ബ്ലൗസ് തയ്ക്കാനുണ്ട്, വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് പുതുതായിട്ട് മാറിയതാണ്. അവിടുന്ന് 30 കിലോമീറ്റർ ദൂരം പോകണം ഞാൻ പഴയ സ്ഥലത്ത്. അവിടെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേന് എനിക്ക് വേറെ 2 കസ്റ്റമറും കൂടെ ചേർന്നിട്ട് എനിക്ക് 6 ലൈനിങ് ബ്ലൗസ് തയ്ക്കാനുള്ളത് കിട്ടി. ഞാൻ മനസ്സിൽ വിചാരിച്ച എമൗണ്ടിൻ്റെ ഒരു 0 ഇട്ടായി കിട്ടുന്ന അത്രയും ഒരു എമൗണ്ട് എനിക്ക് ദൈവം തിരിച്ചു തന്നു. ഇരട്ടിക്കായിട്ട് എനിക്ക് ദൈവം തിരിച്ചു തന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി. കൊടുത്താൽ, മനസ്സറിഞ്ഞ് കൊടുത്താൽ ദൈവം നമുക്ക് തരുമെന്നുള്ള എനിക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് അനുഭവം കിട്ടി. ദൈവത്തിന് കോടാനുകോടി നന്ദി. നന്ദി കർത്താവെ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു, സ്കൂളിൽ പോകുന്ന പിള്ളേരെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ പിരിവായിട്ട് കൊടുക്കുന്നവർക്കൊന്നും ലഭിക്കത്തില്ല. പക്ഷെ ഇത് ഞാനൊരു വിധയായിട്ടാണ് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നത് എന്ന് നാമത്തിൽ ചെയ്തു. കാര്യം പറഞ്ഞ പോലെ തന്നെ ജോലിയിൽ വലിയൊരു വർധനവിനെ ഇത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ബ്രദറും നിങ്ങളെ മാനിക്കത്തില്ല, പക്ഷെ കർത്താവ് മാനിക്കുന്ന ദൈവമാണ്, വർധനവിന്റെ ദൈവമാണ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ നന്മകളാൽ ദൈവം നിറയ്ക്കാൻ ഇടയായി തീർന്നു. ഇനിയും വർദ്ധിക്കട്ടെ, നന്മകളാൽ സ്വർഗം നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിന്നെ വളരെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പറഞ്ഞു. എൻ്റെ മക്കൾക്ക് 2 പേർക്കും വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. അതുപോലെ 2 പേരും വീടിന് പുറത്ത്, ഒരാൾ ഹോസ്റ്റലിലും ഒരാൾ ജോലി സ്ഥലത്തുമാണ്. അപ്പം അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ മാത്രം സംസാരിക്കും, അല്ലാതെ അവർ 2 പേരും ഞങ്ങളെ അന്വേഷിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അതെന്റെ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമമായിട്ടിരിക്കുകയാണ്. അതെല്ലാം കർത്താവ് സാക്ഷ്യമാക്കി മാറ്റി. സിസ്റ്ററെ, ധൈര്യത്തോടെ ഇരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം വലിയ സാക്ഷ്യമായിട്ട് നടത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഒരു സാക്ഷ്യം പറയാനുണ്ട്. ബ്രദറ് മെയ് 7-ാം തീയതി ആണെങ്കിൽ രമ്യ എന്ന് പറയുന്ന ഒരു ആളിന് വേണ്ടി എന്റെ മരുമോളായിരുന്നു. അന്ന് അവള് സൗദിയുടെ എക്സാം എഴുതുന്ന ദിവസമായിരുന്നു. രമ്യയുടെ പേരിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അവള് എക്സാം കഴിഞ്ഞ ടഫാണെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പം അവള് പാസ്സാകാൻ ദൈവം ഇടയാക്കി. അതിന്റെ ബാക്കി പേപ്പർ വർക്കുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സകല മഹത്വവും ദൈവത്തിന്. ആമേൻ. കർത്താവ് കൊടുത്ത ജയത്തിനും വർധനവിനും നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ദൈവം സാക്ഷ്യമാക്കി തീർക്കുന്നല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ഹലോ ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഹലോ. എന്റെ വലത്തെ കൈയുടെ നടുവിരലിന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അതുപോലെ കൈയുടെ മുട്ടിനും വേദനയായിരുന്നു. അപ്പൊ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് മിനിങ്ങാന്ന് ഒരു 100 തേങ്ങായുള്ളും ഞാൻ തന്നെ പൊതിച്ചു. അപ്പം പൊതിക്കാനായിട്ട് ആള് വന്നില്ല.
അപ്പൊ ഒരു വേദനയും എനിക്കിപ്പൊ ഇല്ല. പൂർണ്ണ സൗഖ്യം തന്ന ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവെ. പിന്നെ പറഞ്ഞു. ഞാന് നമ്പറിന് വിളിച്ചായിരുന്നു. പക്ഷെ എന്റെ കോൾ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ലാസ്റ്റത്തെ 4104 നമ്പറിന് വിളിച്ചായിരുന്നു ഞാന് വിതയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ എടുത്തില്ലായിരുന്നു. അതേത് നമ്പർ അയച്ച് എന്നാ ഞാൻ അതിലേക്ക് ഗൂഗിൾ പേ ഉണ്ടോ ബ്രദറെ? സിസ്റ്ററെ, ഈ നമ്പറിലെ 3 നമ്പറിൽ ഏത് നമ്പറിലേക്കും കൊടുത്താൽ മതി. ഏത് നമ്പറിലേക്കും കൊടുത്താൽ അവർ ഗൂഗിൾ പേ നമ്പറിന് അയച്ചു തരും. അപ്പോൾ സിസ്റ്റർ അതിലോട്ട് കണക്ട് ചെയ്താൽ മതി. ചിലപ്പോൾ അവർ തിരക്കായോണ്ടായിരിക്കും, പ്രെയർ ലൈനിൽ ഒത്തിരി പ്രയറുകളും റിക്വസ്റ്റുകളും വരുന്നതുകൊണ്ടായിരിക്കും. ഒരു മെസ്സേജ് അയച്ചാലും മതി, റിപ്ലൈ തന്നോളും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ എന്റെ സോബിന് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് പാസ്റ്റർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഞാൻ അവന്റെ ഓർത്ത് ഭാരപ്പെടുന്നു. അവന് വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അവനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. മോനെ ഓർത്തും പാസ്റ്ററും അനുഗ്രഹമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കണം. ദൈവ അത്ഭുതങ്ങൾ ചെയ്ത സിസ്റ്റർ ഏറ്റു പറഞ്ഞു. എൻ്റെ തലമുറ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കും എന്ന് തന്നെ പറഞ്ഞോണം. 2025 ഞങ്ങളുടെ വർഷമാണെന്ന് പറഞ്ഞോണം. ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞു? ധൈര്യമായിട്ട് പറഞ്ഞു. ഒരു സാക്ഷ്യം. ഞാൻ ചേർപ്പുന്ന അശ്വതിയാണ്. എന്റെ സഹോദരിക്ക് വേണ്ടിയാണ്. അവർക്ക് ഇന്ന് 4 ബുധനാഴ്ച ഒക്കെ ഭയങ്കര വേറെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വസ്തുവിന്റെ ഒരു ആരാണ് ഈ അനാവശ്യമായിട്ട് വസ്തുവിന്റെ വിഷയമൊക്കെ ഈ സംസാരിക്കുന്നത്? അങ്ങനെയുള്ളവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്ത്, സാക്ഷ്യം പറയുന്നവരെല്ലാം അല്ലാത്തവരെല്ലാം മ്യൂട്ട് ചെയ്ത്. ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്റർ. മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. കേൾക്കുന്നല്ലേ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ. പറഞ്ഞു. ഞാന് ഇങ്ങനെ വിസയ്ക്ക് വെച്ചിട്ടുണ്ടായി. എനിക്ക് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞായിരുന്നെ. ഞാൻ വിധവയായോണ്ട് UK-ല് എന്റെ മോള് ഗർഭിണിയാണ്, പ്രസവിക്കാറേ. അപ്പൊ എനിക്ക് വിസയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിട്ടൂല എന്നാണ് എനിക്ക് വിസ അടിച്ചു. 7-ാം തീയതി കയറിപ്പോവാൻ ടിക്കറ്റും കിട്ടി. അപ്പൊ സാക്ഷിയായിട്ട് പറയാൻ വേണ്ടി ബ്രദറിനെ വിളിച്ച, ദൈവത്തോട് എന്തോരം നന്ദി പറഞ്ഞ. ആൾക്കാർ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞതാ. എനിക്ക് വചനം എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ എനിക്ക് ദൈവം തന്നേന് നന്ദി പറയണു. ആമേൻ. തീർച്ചയായിട്ടും എന്ന് പ്രേസ് പറഞ്ഞ പോലെ തന്നെ ഒരു സാധ്യതയില്ല, പക്ഷെ വചനം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ദൈവം അതിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റി. വലിയ നന്മകളാൽ കർത്താവ് നിറച്ചല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ പറഞ്ഞോട്ടെ. എനിക്ക് ആരോഗ്യം അറിയാൻ എനിക്ക് പറയാൻ പറ്റിയില്ല. പറഞ്ഞോട്ടെ. എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. അവള് ഇവിടെ ചേർപ്പെങ്കിലാണ് അനിയത്തി ഉള്ളത്. അപ്പൊ അവൾക്ക് ഞാൻ ബുധനാഴ്ച വിളിക്കും, എന്നും ഞാൻ വിളിക്കും. ബുധനാഴ്ച ഞാൻ വിളിക്കുമ്പോഴത്തേനും അവൾക്ക് തലവെട്ടലും നടുവേദന, ശരീരം മൊത്തം ഇടിച്ചു മുറുക്കിയ വേദന, കാലെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോണുള്ള വേദന, പനിയുടെ ആരംഭം പനിയാന്ന് തോന്നുന്നു പറഞ്ഞ് അവൾക്ക് കിഡ്നിക്ക് പ്രവർത്തനം കുറയുന്നുണ്ട്, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് കൂടുതൽ. അപ്പൊ അതിനൊക്കെ മരുന്നും മെഡിക്കൽ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊരു ഗുളികയൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഡോക്ടർ നിർദ്ദേശമില്ലാതെ. അപ്പൊ അവളിങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഒന്നും മേലെ അവൾക്ക് എവിടെയും കിടന്നാൽ മതി ഉള്ളൊരു ഇതിലാന്ന് പറഞ്ഞു. അതുപോലുള്ളൊരു ക്ഷീണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ചേച്ചി എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ ഒരു നിമിഷം ഫോൺ ചെവിയിൽ വെക്കുക, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞിട്ട് ആ പ്രാർത്ഥന അതേപോലെ പ്രാർത്ഥിച്ചു ബ്രദറെ. എന്നിട്ട് ഞാന് മിനിഞ്ഞാന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ വിളിച്ചവൻ പറഞ്ഞു, ചേച്ചി എനിക്ക് കുറഞ്ഞു, മാത്രം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഞാൻ 2 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേലും ഒരു കുഴപ്പമില്ലെന്ന്. ഇന്ന് രാവിലെ വിളിച്ച് വൈകുന്നേരം വിളിച്ചപ്പോഴെല്ലാം മാറി, എല്ലാം മാറിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നീ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചോണെന്ന് പറഞ്ഞ് അങ്ങനെ സഹോദരിക്ക് പൂർണ്ണമായി കൊടുത്ത് കർത്താവ് കൊടുത്തതിനാ ഞാൻ ദൈവത്തിന്റെ കൂടാനുകൂടി നന്ദി പറഞ്ഞു. കാരണം ഭർത്താവില്ല, ഒരു മോനുണ്ട്. മോന് ഭർത്താവിന്റെ വീട്ടിലാണ് ഇങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരിതാണ്. തന്നെ ജോലി ചെയ്താണ് അവൾ ജീവിക്കുന്നത്. സ്വന്തമായൊരു വീടില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാരം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു. എന്തായാലും ആ അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം കർത്താവിന്റെ തിരുമുറിവിനാൽ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തതിന് കർത്താവിന് നന്ദി എത്ര പറഞ്ഞാലും മതി വരികയില്ല. അതുപോലുള്ളൊരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം. ഞാൻ ബ്രദർ പറഞ്ഞ ഈ പ്രാർത്ഥനയിൽ കയറിയ പിന്നെ ഒരുപാട് മനസ്സിന് സമാധാനവും ഉറപ്പും ഒക്കെ കർത്താവ് എനിക്ക് തരുന്നുണ്ട് ബ്രദറെ. ഇത് വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഞാൻ ദൈവത്തിന് കൂടാനും കൂടി നന്ദി പറയുന്നു. ബ്രദറിന് നന്ദി പറയുന്നു. എന്റെ സാക്ഷിയാണ് ഇത്.
ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കർത്താവ് പ്രവർത്തിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കാണ് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് നന്മകളാൽ നിറക്കട്ടെ. നമുക്ക് വേണ്ടി ഇന്ന് രോഗാവസ്ഥയിലാണ്, പക്ഷേ ആ സമയം കേട്ട പ്രാർത്ഥന, കേട്ട വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ മകളുടെ വിടുതൽ കാണുവാൻ ഇടയായി തീർന്നു. സൗഖ്യത്തോടെ കാണുവാൻ ദൈവം ഇടയാക്കി തീർന്നു. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കുക. വലിയ നന്മകളാൽ ഇന്ന് കർത്താവ് നിറയ്ക്കുവാൻ ഇടയായി തീരും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ പറഞ്ഞോട്ടെ, പറഞ്ഞു സാക്ഷ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു. ബ്രദറെ 4 വർഷമായി എന്റെ കാലിന്റെ മുട്ടിനകത്ത് ഭയങ്കര വേദന. നടക്കുമ്പോൾ ഞാൻ വീണ് പോകുമെന്ന് തോന്നി. സ്റ്റെപ്പ് കയറാനോ കാല് മടക്കിയിരിക്കാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കൈ വെച്ചിട്ട് യേശുവിന്റെ കൈമുറി എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു, എന്റെ കർത്താവ് സൗഖ്യം തന്നതിനായി നന്ദി എന്ന് പറഞ്ഞത്. ഒരു സ്ഥലം ഇപ്പൊ ഒട്ടും വേദനയില്ല, നല്ലതായിട്ട് എനിക്ക് നടക്കുവാനായിട്ട് സാധിക്കുന്നു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞത് 4 വർഷം. എത്ര വർഷമായി സിസ്റ്റർ? 4 വർഷമായിട്ട്. 4 വർഷമായിട്ട് സിസ്റ്റർക്ക് വേദനയായിരുന്നു. കർത്താവ് ഇന്ന് ആ രോഗത്തിന് മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് കേട്ടതുപോലെ തന്നെ കർത്താവ് 4 വർഷമായിട്ട് അനുഭവിച്ച രോഗബന്ധനത്തെ സൗഖ്യമാക്കി. അത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വേദന അനുഭവിക്കേണ്ടവരല്ല, രോഗം അനുഭവിക്കേണ്ടവരല്ല, നമ്മൾ കർത്താവിന്റെ സാക്ഷിയാകേണ്ടവരാണെന്നുള്ള തെളിവാണ് ഈ സാക്ഷ്യം. എല്ലാ രോഗികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ കൈവച്ചോണം. നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമുണ്ട്, വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ സാക്ഷ്യം പറയാനുണ്ട്, ഇന്നലെ പറയാൻ പറ്റിയിട്ടില്ല. പറഞ്ഞു ബ്രദറെ. അതില് ഇന്നലെ ഞാൻ രാവിലെ എന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ കിടന്നു ബ്രദറെ. അപ്പോഴോ അങ്ങനെ ഉറങ്ങിപ്പോയപ്പോ ഒരു ദർശനം പോലെ കാണുന്നതെന്ന് പറഞ്ഞാല് ഒരു മാംസം, ഒരു ബോളിന്റെ ചെറിയൊരു ബോളിന്റെ വലിപ്പത്തിൽ ഒരു മാംസം ഞാൻ എടുത്ത് നിലത്ത് കല്ലുമ്മൽ എറിഞ്ഞ പോലെ അതിങ്ങനെ ചെതറിയ പോലെ കണ്ടു. അപ്പൊ എനിക്ക് കുറച്ച് ആയി എനിക്ക് 2 ഭാഗം തലവേദന വരും, ശക്തിയായ തലവേദന വരുമ്പോ ഞങ്ങൾക്ക് കണ്ണിന്റെ ഈ കുഴി ഭാഗത്ത് 2 വേദന ഉണ്ടാവും. ഈ യേശുപ്പാന്ന് ഞാൻ പറഞ്ഞു ആ വേദന വന്നു കഴിഞ്ഞാല്. ഇപ്പൊ ബ്രദർ ഇപ്പൊ പറഞ്ഞിരുന്ന ഓരോ വചനങ്ങള്, രോഗസൗഖ്യത്തിന്റെ വചനങ്ങൾ ഞാൻ അതിങ്ങനെ പറഞ്ഞ് ഏറ്റെടുത്ത് അതിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വേദന വരുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ ബ്രദറെ ഓർക്കട്ടെ, അത് കർത്താവ് അത് എടുത്ത് എറിഞ്ഞതുപോലെ, ഞങ്ങൾ ചെതറി ഉടഞ്ഞതുപോലെ. പിന്നെ എനിക്ക് മൂക്കിലൂടെ ആ തലയിലുള്ള ഭാരം കുറഞ്ഞ് മൂക്കിലൂടെ ഒരു നന്നായി ഒരു ശ്വാസം എടുക്കാൻ പറ്റുന്നു. അപ്പൊ അതിന്റെ തലയിൽ മുഴയുണ്ടായിരുന്നോ അതൊന്നും അറിയില്ല ബ്രദറെ. അത് ശരിക്കും ഒരു മുഴ ഞാൻ കാണുന്നുണ്ട്, ദൈവം എന്നെ കാണിച്ചു തരുന്നുണ്ട്. ഒരു രക്തക്കട്ട പോലത്തെ ഒരു മുഴ, ഒരു ചെറിയൊരു ബോളിന്റെ വലിപ്പം ഉണ്ടത്. അപ്പൊ അത് ദൈവം തന്നെ അത് എടുത്ത് എറിഞ്ഞ് ചെതറിയ പോലെ ആ മുഴനെ ഞാൻ കണ്ടു ബ്രദറെ. ഇപ്പൊ എനിക്ക് ഇന്നലെ മുതൽ എനിക്ക് തലവേദന എന്ന് പറഞ്ഞ സംഗതി ഇല്ല. എനിക്ക് ഒരു അസുഖം എന്റെ ശരീരത്തിൽ, തണുപ്പ് പിടിക്കുക, ഒരു ജലദോഷം ഒന്നും, ഒരു പനി വരെ ഇപ്പൊ എനിക്ക് വരുത്തില്ല. എന്റെ ശരീരത്തിൽ 2 വർഷമായി ഞാനൊരു ഗുളികയോ മരുന്നോ കഴിക്കാറില്ല. അപ്പൊ ദൈവം ഒരു അത്ഭുതം ചെയ്ത ബ്രദറിന്റെ ആ വചനം. ഇത്ര കാലം നമുക്ക് ഇങ്ങനെ ഈ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. വചനം ദൈവം തരുന്ന വചനങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇത് രോഗസൗഖ്യത്തിനല്ലോ ഓരോന്നിനുള്ള വചനങ്ങൾ ഉണ്ടല്ലോ. ആ വചനം ഇപ്പൊ നമുക്കൊരു എന്താ പറയണ്ടേ, ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനാണല്ലോ. അത് ജീവൻ തന്നെ നമ്മളെ ഉള്ളില് ജീവനായിട്ട് നിൽക്കുന്ന ആ വചനം. എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ല. ഇപ്പൊ ഈ ഒരു പ്രാർത്ഥന സ്ഥാനത്ത് ഇന്ന് എനിക്ക് ലിങ്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ സിസ്റ്ററിന് അയച്ചു, എനിക്ക് ലിങ്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ഇട്ടാന്നേരം ഇപ്പൊ കേറിയതാ. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം കൊണ്ട് വിലപ്പെട്ടിരിക്കുക വചനത്തിൽ. ഇപ്പൊ നമുക്ക് കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട് ബ്രദറെ. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. കർത്താവിന്റെ വചനം അങ്ങോട്ട് പറഞ്ഞ സമയത്ത് ശരീരത്തിന്റെ അകത്തുള്ള സകല ബുദ്ധിമുട്ടുകളും പുറത്തേക്ക് പോകുന്നത് അനുഭവിക്കാൻ പറ്റി. പൂർണ്ണ വിടുതൽ, കർത്താവ് സൗഖ്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ അവസ്ഥയെ തുടരുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വേദനിക്കുന്നത്, ദുഃഖിക്കുന്നത്, കഷ്ടപ്പെടുന്നത് യേശു ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്റെ വചനം അയച്ചു നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കുക. ഇന്ന് കേട്ടതുപോലെ ഉറച്ചു നിൽക്കുക. സംശയങ്ങൾ വരുമ്പോൾ, ലോകത്തിൽ പലരും പല ഉപദേശങ്ങൾ വരുമ്പോൾ അതിന്റെ പുറകെ പോകാതെ, കാറ്റടിച്ചുലയുന്നവരാകാതെ കേട്ട വചനം മുറുക്കെ പിടിക്കുക. ഉറപ്പിച്ചോ, ദൈവം നിങ്ങളെ സാക്ഷിയാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനിയും സ്വർഗം സാക്ഷ്യങ്ങളാൽ നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
പറഞ്ഞു. ബ്രദർ എനിക്കൊരു ഇപ്പൊ കാര്യം ബ്രദർ ഒരു പറയാനുണ്ട്. ആലോചന പറഞ്ഞല്ലോ, ലളിതയുടെ മകളെന്ന്. ലളിത എന്റെ അമ്മയാണ്. ഏറ്റെടുത്ത് സിസ്റ്റർ ഹലോ കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഹലോ കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. ഹലോ കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ദൈവം അത് കേൾക്കുന്നുണ്ടോ ബ്രദറെ? ദൈവം അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും. ദൈവം അത്ഭുതമാക്കി മാറ്റും. ബ്രദർ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു ബ്രദർ. അത് പറയാമെന്ന് വെച്ചാൽ എന്നാലും എനിക്കത് ആ സംശയം തീർക്കണം ബ്രദർ. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശക്തമായിട്ട് ദൈവത്തെ ആശ്രയിച്ച് വചനം ഉരുട്ടി പ്രാർത്ഥിച്ച് നല്ല ഇതിലിരിക്കുമ്പോ രാവിലെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ തന്നെ പല്ലി അപ്പോൾ ഞാൻ അതിൽ നിന്നും എനിക്ക് ഭയം, അങ്ങനെ ഒരു പേടിയോ അങ്ങനെ ഒന്ന് പിശാചിന്റെ ഒരു തന്ത്രത്തിലും എനിക്ക് പേടിയില്ല. ഞാൻ അപ്പൊ ഉടനെ പറയും, യഹോവ ഇരേ ഇരേ, എന്റെ കർത്താവ് കരുതിക്കൊള്ളും എന്നിങ്ങനെ പറഞ്ഞാല്. പക്ഷെ ഈ സംഭവം ചിലച്ചു കഴിഞ്ഞ അത് ഒരു നെഗറ്റീവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രദർ. അതിന് എന്താണ് ബ്രദർ ഇനി പരിഹാരം? ഇന്നലെ സിസ്റ്ററെ പല്ലിയല്ല, ഇനി സിംഹം വന്ന് ചലച്ചാലും നമ്മൾ ഒന്നും ഭയപ്പെടണ്ട. ബൈബിൾ പറയുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, അത് നമ്മൾ കാലങ്ങളായിട്ട് കേട്ടുവന്നിരിക്കുന്ന തെറ്റായ ഒരു അന്ധവിശ്വാസമാണ് പല്ലി ചലയ്ക്കുന്നത്. നമ്മൾ ബൈബിളിൽ അങ്ങനെ ഇല്ലാത്തോടത്തോളം കാലം എന്തു വന്നാലും നമ്മൾ അതിനെ പിടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിൽ വചനം പറഞ്ഞിട്ട് സാഹചര്യങ്ങളെ ദൈവം പണിതുകൊണ്ടിരിക്കുക, മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഇസ്രായേലിനെ ഒരു സാക്ഷ്യമാക്കി വെച്ചിരിക്കുന്ന. കാലങ്ങൾ കഴിഞ്ഞാലും യുദ്ധങ്ങൾ വന്നാലും അവർ കർത്താവിന്റെ വാഗ്ദത്ത വചനത്തിൽ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ തൻ്റെ ജനമെന്ന് പറയുവാൻ കാരണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ സിസ്റ്റർ ഒന്നും പറയണം, പല്ലി ചലച്ചാലും ആര് ചലച്ചാലും എന്തു വന്നാലും ഇനി സിംഹം കയറി വന്നാലും പറയണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തെടുക്കത്തില്ല, ഞാൻ വാഗ്ദത്തമുള്ളതാണ്. അതുകൊണ്ട് ഒന്നിനെ മൈൻഡ് ചെയ്യേണ്ട. ബൈബിളിൽ ഇല്ലാത്തതൊന്നും എൻ്റെ വിശ്വാസമല്ല. ഇത്ര ഓർത്താൽ മതി. ബൈബിൾ പറയാത്തതൊന്നും ഞാൻ ഏറ്റെടുക്കത്തില്ല. ബൈബിളിൽ ഇല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. ബൈബിളിലുള്ളത് മാത്രമാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമാണ്. അതിൽ ഉറച്ചു നിൽക്കുക. വേറെ ഒന്നും സംശയിക്കേണ്ട പോലും കാര്യമില്ല, ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. ബൈബിളിൽ ഇല്ലാത്തത് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. കർത്താവ് നിങ്ങളേവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് സാക്ഷ്യം ഇന്ന് ക്ലോസ് ചെയ്യുവാണ്. സമയം മുന്നോട്ട് പോയി. നമുക്ക് നാളെ സൂം പ്രയർ രാവിലെ ആയിരിക്കും. ഞാൻ അതിൻ്റെ അപ്ഡേഷൻ പറയാം. സമയം ഇച്ചിരി വ്യത്യാസം വരും, എങ്കിലും നമുക്ക് കാണാം. സൂമിൽ ഉള്ളത് കൊണ്ട് വൈകിട്ട് യൂട്യൂബിൽ കാണാൻ സാധ്യതയില്ല. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കഴിവതും ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഈ പ്രയർ ഇല്ലാത്തപ്പോൾ ഒത്തിരി ആൾക്കാർ വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം. ഗ്രൂപ്പിൽ ചേരുക. മെമ്മറി ഫുള്ളാണോ, സൂമിൻ്റെ മെമ്മറി ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അടുത്ത ഒരു പടിയും കൂടെ നമുക്ക് കയറേണ്ടി വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിലും ഒക്കെ കാണുന്നവർ, സൂമിലും ഫേസ്ബുക്കിലും കാണുന്നവർ, നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. ഈ വെർച്വൽ മീഡിയയിൽ നിന്നും നേരിട്ട് കാണുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുള്ള അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം